വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എട്ടാമത്തെ ചാപ്റ്ററായ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ വിനിമയ ബില്ല്. എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സിംപ്ലി പറയുകയാണെങ്കിൽ ബിൽ എന്നുള്ളത് നമുക്ക് നോക്കാം. സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബില്ലാണ് ഈ ബില്ലെന്ന് തെറ്റിദ്ധരിക്കാൻ വേണ്ടി പാടില്ല. ഇത് പ്രത്യേകമായിട്ട് ഒരു നിയമത്തിനനുസരിച്ച് തയ്യാറാക്കപ്പെടുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് വിശദമായിട്ട് എന്താണ് എന്ന് നമുക്ക് പഠിക്കാം. നോക്കാം. സാധനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ റെഡി ക്യാഷ് ആ സമയത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ കടമായിട്ടായിരിക്കും ആ ട്രാൻസാക്ഷൻ നടക്കുന്നത്. സോ ട്രാൻസാക്ഷൻസ് മേ ബി ക്യാഷ് ട്രാൻസാക്ഷൻസ് ഓർ credit transactions. In the case of credit transactions, the amount will be settled on a future date. എക്സാമ്പിൾ, കടമായിട്ട് സാധനങ്ങൾ വിൽപ്പന നടത്തുന്നു. അപ്പോൾ കടമായിട്ട് സാധനങ്ങൾ വിൽപ്പന നടത്തുമ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് പൈസ തരണം എന്ന് പറഞ്ഞിട്ടാണ് സാധനങ്ങൾ കടമായിട്ട് വിൽക്കുന്നത്. ഒരു മാസം കഴിയുന്ന സമയത്ത് പാർട്ടി പറയാണ് ഒരു മാസമല്ല പറഞ്ഞത്, 2 മാസമാണ് പറഞ്ഞത് എന്ന് പറയാണ്. അല്ലെങ്കിൽ മറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞത് എന്ന് പാർട്ടി പറയുകയാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ആ പൈസ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് അവർക്കെതിരെ ലീഗൽ ആക്ഷൻ എടുക്കണമെങ്കിൽ നമുക്കിടെ കയ്യിൽ അതിന് തെളിവുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പോരായ്മ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ കടമായിട്ട് വിൽക്കുന്ന സമയത്ത് തന്നെ എത്ര പൈസയാണോ പാർട്ടി നമുക്ക് തരേണ്ടത്, എപ്പോഴാണോ തരേണ്ടത്, ഇത്തരം കാര്യങ്ങൾ വ്യക്തമായി ഒരു പേപ്പറിൽ എഴുതി സൂക്ഷിക്കുന്നു. ആ പേപ്പറിൽ എഴുതിയ ആ ഡോക്യുമെൻ്റ് 2 പേരും നമ്മൾ ഒപ്പിടണം, അതുപോലെ തന്നെ ആ പാർട്ടിയും അതിൻ്റെ അകത്ത് ഒപ്പിടുന്നു. നിയമപ്രകാരം സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റാമ്പുകളൊക്കെ പതിച്ചു കഴിഞ്ഞാൽ അതിന് ലീഗൽ വാലിഡിറ്റി ഉണ്ടായിരിക്കും. ഇങ്ങനെ തയ്യാറാക്കുന്ന പേപ്പറിനെ നമുക്ക് ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയാം. ഇന്ത്യയിൽ പുരാതന കാലം മുതൽക്കേ ഇത്തരം ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. അത്തരം ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിനെയാണ് ഹുണ്ടീസ് എന്ന് അറിയപ്പെട്ടിരുന്നത്. ഹുണ്ടീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന ഇത്തരം ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. നിങ്ങൾ ഫസ്റ്റ് ഇയർ ബിസിനസ് സ്റ്റഡീസിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും. Nowadays, these credit instruments are called bills of exchange or promissory note. ഇക്കാലത്ത് ഇത്തരം ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻസിനെയാണ് നമ്മൾ അറിയപ്പെടുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അല്ലെങ്കിൽ സിംപ്ലി പറഞ്ഞാൽ ബില്ല്, അല്ലെങ്കിൽ നമ്മൾക്ക് പ്രോമിസറി നോട്ട് എന്നും അറിയപ്പെടാം. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അനിൽ സോൾഡ് ഗുഡ്സ് ടു സുനിൽ ഓൺ ക്രെഡിറ്റ് വർത്ത് ₹10,000. 10,000 റുപ്പീസ് വിലയുള്ള സാധനങ്ങൾ അനിൽ സുനിലിന് കടമായിട്ട് വിറ്റു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഹൂ ഈസ് ദി സെല്ലർ ആൻഡ് പർച്ചേസർ? ആരാണ് സെല്ലർ, ആരാണ് പർച്ചേസർ? യെസ്, അനിലാണ് സാധനങ്ങൾ വിൽക്കുന്നത്. സോ അനിൽ ഈസ് ദി സെല്ലർ, സുനിലോ പർച്ചേസറോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ വിൽ പേ മണി ടു ഹൂം? ആരാണ് പൈസ കൊടുക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത്? ആരാണ് പൈസ കൊടുക്കേണ്ടത്? ഇവിടെ ആർക്കാണ് പൈസ കിട്ടേണ്ടത്? അനിൽ സാധനങ്ങൾ സുനിലിന് വിറ്റു എന്ന് പറയുമ്പോൾ അനിലിനെ സംബന്ധിച്ചിടത്തോളം പൈസ കിട്ടണോ പൈസ കൊടുക്കണോ? യെസ്, അനിലിന് പൈസ കിട്ടണം, കാരണം അനിലാണ് സാധനങ്ങൾ വിൽക്കുന്നത്. സുനിൽ എന്ന് പറയുന്നതോ പൈസ കൊടുക്കേണ്ട വ്യക്തിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ ഈസ് ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ? നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഡെറ്റർ ക്രെഡിറ്റർ. ആരാണ് ഇവിടെ ഡെറ്റർ, ആരാണ് ഇവിടെ ക്രെഡിറ്റർ? ഡെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടക്കാരൻ. ആരാണോ പൈസ കൊടുക്കാനുള്ളത് അവരാണ് ഡെറ്റർ. ഇവിടെ ആരാണ് പൈസ കൊടുക്കാനുള്ളത്? യെസ്, സുനിലാണ് പൈസ കൊടുക്കേണ്ടത്. സോ സുനിൽ ഈസ് ദി ഡെറ്റർ. ക്രെഡിറ്റർ ആരായിരിക്കും? പൈസ കിട്ടേണ്ട വ്യക്തിയാണ് ക്രെഡിറ്റർ. അപ്പോൾ ഇവിടെ ആർക്കാണ് പൈസ കിട്ടേണ്ടത്? അനിലിനാണ് പൈസ കിട്ടേണ്ടത്. സോ അനിൽ ഈസ് ദി ക്രെഡിറ്റർ. അപ്പം ഇങ്ങനെ ഒരു കടമായിട്ട് സാധനങ്ങൾ വിൽപ്പന നടത്തുമ്പോൾ ആരാണോ വിൽക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ ക്രെഡിറ്റർ, അല്ലെങ്കിൽ ആർക്കാണോ പൈസ കിട്ടേണ്ടത് അവരാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കേണ്ടത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കുമ്പോൾ അതിൽ എഴുതുന്നത്
ഒരു മാസം കഴിഞ്ഞ് 10,000 റുപ്പി എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ടാണ് അനിൽ ഈ ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്നത്. അങ്ങനെ തയ്യാറാക്കിയ ഈ ഡോക്യുമെൻറ്റിൽ അനിൽ ഒപ്പിടുന്നു. അതിനുശേഷം അനിൽ ഈ ഡോക്യുമെൻ്റ് സുനിലിന് അയച്ചു കൊടുക്കുന്നു. സുനിലും അതിൻ്റെ അകത്ത് ഒപ്പിടണം. എന്നിട്ട് സുനിൽ അതിൻ്റെ കോപ്പി അനിലിന് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇവിടെ ആരാണോ ഈ ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്നത് അവരെയാണ് അറിയപ്പെടുന്നത് ഡ്രോയർ എന്നറിയപ്പെടുന്നത്. വൺ ഹു ഡ്രോസ് ദി ബിൽ, ദാറ്റ് ഈസ് അനിൽ ഈസ് ദി ഡ്രോയർ ഓഫ് ദി ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇപ്പോൾ ഡ്രോയി എന്ന് പറയുന്നത് സുനിലാണ് പൈസ കൊടുക്കേണ്ടത്. സുനിലിൻ്റെ പേരിലാണ് ഈ ബില്ല് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രോയി എന്ന് പറയുന്നത് സുനിലാണ്. ഇനി അനിൽ ഈ ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ ഈ ഡോക്യുമെൻ്റ് അനിൽ സുനിലിന് കൊടുക്കണം. സുനിൽ അതിൻ്റെ അകത്ത് ഒപ്പിടണം എന്ന് പറഞ്ഞു. അപ്പോൾ സുനിൽ ഈ ഒരു ഡോക്യുമെൻറ്റിൽ ആക്സെപ്റ്റഡ് എന്ന് എഴുതി ഒപ്പിടുന്നു. അതിനെയാണ് പറയുന്നത് ആക്സെപ്റ്റൻസ് ഓഫ് ബിൽ എന്ന് പറയുന്നത്. ബില്ല് ആക്സെപ്റ്റ് ചെയ്യുക എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ സുനിലിനെ ആക്സെപ്റ്റർ എന്നും അറിയപ്പെടുന്നു. ഈ ഡോക്യുമെൻ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നത് വരെ അറിയപ്പെടുന്നത് ഡ്രാഫ്റ്റ് എന്നാണ്. ഒരിക്കൽ സുനിൽ ഈ ബില്ല് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആക്സെപ്റ്റഡ് എന്ന് എഴുതി അതിൻ്റെ അകത്ത് ഒപ്പിട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഡ്രാഫ്റ്റ് വിൽ ബിക്കം എ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് ഒരു ബില്ലാണെന്ന് പറയാം. ഇപ്പോൾ ഇവിടെ അനിൽ ഈ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി ആ ഡ്രാഫ്റ്റ് സുനിലിന് അയച്ചു കൊടുക്കുന്നു. സുനിൽ അതിൻ്റെ അകത്ത് ഒപ്പിടുന്നു. അതിൻ്റെ കോപ്പി അനിലിന് റിട്ടേൺ ചെയ്യുന്നു. അതിനെ ബില്ല് അല്ലെങ്കിൽ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ അനിലിൻ്റെ കയ്യിലുള്ള ആ ബില്ല് പ്രകാരം അനിലിന് പൈസ കിട്ടണോ അല്ല അനിൽ പൈസ കൊടുക്കണോ? ആ ബില്ല് പ്രകാരം അനിലിന് പൈസ കിട്ടാനാണുള്ളത് അല്ലേ? അനിലിന് പൈസ കിട്ടണം. അതുകൊണ്ട് തന്നെ അനിലിൻ്റെ കൈവശമുള്ള ആ ബില്ലിനെ നമുക്ക് പറയാം ബിൽസ് റിസീവബിൾ എന്ന് പറയാം. അതേ സമയത്ത് സുനിലിൻ്റെ കയ്യിലും അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാകാം. അപ്പോൾ സുനിലിൻ്റെ കയ്യിലുള്ള കോപ്പി പ്രകാരം സുനിൽ പൈസ കൊടുക്കേണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ ബില്ല് പ്രകാരം സുനിൽ പൈസ കൊടുക്കണം. അതുകൊണ്ട് തന്നെ സുനിലിൻ്റെ കൈവശമുള്ള ആ ബില്ലിനെ നമുക്ക് പറയാം ബിൽസ് പേയബിൾ എന്ന് പറയാം. അപ്പോൾ അനിലിൻ്റെ കൈവശമുള്ള ബില്ലിനെ പറയുന്ന പേരാണ് ബിൽസ് റിസീവബിൾ. സുനിലിൻ്റെ കൈവശമുള്ള ബില്ലിനെ പറയുന്ന പേരാണ് ബിൽസ് പേയബിൾ. അപ്പോൾ ഇത്രയും ടേംസ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് നോക്കാം ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡേറ്റ് കാണാം. ഏത് ഡേറ്റിലാണോ ഈ ബില്ല് തയ്യാറാക്കിയത് ആ ഡേറ്റാണ് ഇവിടെ എഴുതുന്നത്. പിന്നെ എമൗണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ അകത്ത് എഴുതുന്നത് 1 month after the date pay to Mr. A or order the sum of ₹50,000 for value received. ഒരു മാസം കഴിഞ്ഞ് 50,000 രൂപ മിസ്റ്റർ എക്ക് കൊടുക്കണം, അല്ലെങ്കിൽ എ ഓർഡർ ചെയ്യുന്ന മറ്റൊരാൾക്ക് കൊടുക്കണം. അപ്പോൾ 50,000 രൂപ ഈ ബില്ല് എഴുതിയ ഡേറ്റ് മുതൽ ഒരു മാസം കഴിയുന്ന സമയത്ത് എക്ക് കൊടുക്കുക, അല്ലെങ്കിൽ എ പറയുന്ന മറ്റൊരാൾക്ക് കൊടുക്കുക. ഫോർ വാല്യൂ റിസീവ്ഡ്, സാധനങ്ങൾ കിട്ടിയ വകയിലാണ്, വാല്യൂ റിസീവ്ഡ് ആണ്. അതിന് പകരമായിട്ടാണ് 50,000 രൂപ എക്ക് കൊടുക്കണം, അല്ലെങ്കിൽ എയുടെ ഓർഡർ പ്രകാരം മറ്റൊരാൾക്ക് കൊടുക്കണം എന്ന് ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരാണോ ഡ്രോയറുടെ ഒപ്പിട്ട് പേരും അഡ്രസ്സും ഇവിടെ എഴുതുന്നുണ്ട്. ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾ ഇവിടെ ആക്സെപ്റ്റഡ് എന്ന് എഴുതി ഒപ്പിടുന്നു, പേരും അഡ്രസ്സും ഇവിടെ രേഖപ്പെടുത്തുന്നു. സ്റ്റാമ്പ് കൂടി ഇതിൻ്റെ അകത്ത് പതിച്ചു കഴിഞ്ഞാൽ ഇത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയി. ഇതൊരു ലീഗൽ ഡോക്യുമെൻ്റ് ആണെന്ന് പറയാം. ഈ ബില്ല് പ്രകാരം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏത് ഡേറ്റിലാണ് ബില്ല് എഴുതിയിരിക്കുന്നത് അത് കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കണം. എത്ര രൂപയാണ് ബില്ലിൽ പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിരിക്കണം. എത്ര രൂപക്കാണോ സാധനം വിൽക്കുന്നത് ആ വിറ്റ വില എന്നൊന്നും എഴുതാൻ വേണ്ടി പറ്റില്ല. 50,000 റുപ്പിയാണെങ്കിൽ 50,000 റുപ്പി എന്ന് കൃത്യമായിട്ട് മോണിറ്ററി വില അവിടെ രേഖപ്പെടുത്തിയിരിക്കണം. 1 month എന്നുള്ള ടൈം അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. എത്രയാണ് പീരീഡ്, ഇത്ര സമയം കഴിഞ്ഞാലാണ് അതിൻ്റെ പൈസ കൊടുക്കേണ്ടത്, അത് കൃത്യമായിരിക്കണം. 1 month ആണ്. ആഫ്റ്റർ ഡേറ്റ് പേ ടു മിസ്റ്റർ എക്ക് പൈസ കൊടുക്കണമെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് എൻ ഓർഡർ, നോട്ട് എ റിക്വസ്റ്റ്. അതൊരു റിക്വസ്റ്റ് അല്ല,
അതൊരു ഓർഡറാണ്. അതുകൊണ്ട് തന്നെ അൺകണ്ടീഷണൽ ഓർഡറാണ്. ദർ ഈസ് നോ കണ്ടീഷൻ. ഇന്നത് സംഭവിക്കുകയാണെങ്കിൽ എക്ക് പൈസ കൊടുക്കണം എന്നൊന്നും എഴുതാൻ വേണ്ടി പറ്റില്ല. അത് അൺകണ്ടീഷണലാണ്. എക്ക് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എക്ക് പൈസ കൊടുത്തിരിക്കണം. അതിനകത്ത് ഇന്നത് സംഭവിക്കുകയാണെങ്കിൽ പൈസ കൊടുക്കണം, അങ്ങനെയുള്ള യാതൊരു കണ്ടീഷനും അതിൻ്റെ അകത്ത് ചേർക്കാൻ വേണ്ടി പാടില്ല. ഇതാണ് ഒരു ബില്ലെന്ന് പറയുന്നത്. ഇനി നമുക്കത് കുറച്ചുകൂടി ഒന്ന് അതിൻ്റെ മീനിങ്ങിലേക്ക് വരാം. ബിൽ ഓഫ് എക്സ്ചേഞ്ച് മീനിങ്. ദി ബിൽ ഓഫ് എക്സ്ചേഞ്ച് കണ്ടെയ്ൻസ് an unconditional order to pay a certain amount on an agreed date. A bill of exchange is generally drawn by the creditor upon his debtor. It has to be accepted by the drawee, that is debtor. It is just a draft till its acceptance is made. അപ്പോൾ നമുക്ക് നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ. അതൊരു ഓർഡറാണ്, അതൊരു ഉത്തരവാണ്. അൺകണ്ടീഷണലാണ്, യാതൊരു നിബന്ധനകളും ഇല്ലാത്ത ഒരു ഓർഡറാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ടു പേ എ സർട്ടൻ എമൗണ്ട് ഓൺ എൻ അഗ്രീഡ് ഡേറ്റ്. ഏത് ഡേറ്റ് ആണോ ആ ഡേറ്റ് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് സൂചിപ്പിച്ചിരിക്കണം. ഒരു നിശ്ചിത ദിവസം നിശ്ചിത തുക കൊടുക്കണം എന്ന് പറഞ്ഞെഴുതുന്ന ഒരു അൺകണ്ടീഷണൽ ഓർഡറാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് ജനറലി ഡ്രോൺ ബൈ ദി ക്രെഡിറ്റർ അപ്പോൺ ഹിസ് ഡെറ്റർ. ക്രെഡിറ്ററാണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കുന്നത്. ആർക്കാണോ പൈസ കിട്ടേണ്ടത് ആ കിട്ടേണ്ട വ്യക്തിയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കുന്നത്. അതിനുശേഷം ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡെറ്റർക്ക് അയച്ചു കൊടുക്കുന്നു. ഡെറ്റർ അതിൻ്റെ അകത്ത് ആക്സെപ്റ്റഡ് എന്ന് എഴുതി ഒപ്പിടുന്നു. അതിനാണ് പറയുന്നത് ബില്ല് ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ആ ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അത് ബില്ലായി മാറുന്നുള്ളൂ. അതിനു മുന്നേ അതിനെ അറിയപ്പെടുന്നത് ഡ്രാഫ്റ്റ് എന്നാണ്. നെക്സ്റ്റ്, ഇൻ ഇന്ത്യ ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ഗവേൺഡ് ബൈ ദി ഇന്ത്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് 1881. ഇത്തരം ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഡീൽ ചെയ്യാൻ വേണ്ടി പ്രത്യേകമായിട്ട് നിയമമുണ്ട്. ഇന്ത്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് 1881. ഇങ്ങനെയൊരു ഡോക്യുമെൻ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ ചാലഞ്ച് ചെയ്യാം. കാരണം നമ്മുടെ കയ്യിൽ ലീഗൽ ഡോക്യുമെൻ്റ് ഉണ്ട്. ഒരു മാസം കഴിഞ്ഞ് ഇത്ര രൂപ തരണമെന്ന് പറഞ്ഞ് എഴുതിയ ലീഗൽ ഡോക്യുമെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് കോടതിയിൽ ചാലഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. നോക്കാം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് 1881 പ്രകാരം ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ ഡിഫൈൻ ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് 1881, a bill of exchange is defined as an instrument in writing containing an unconditional order signed by the maker directing a certain person to pay a certain sum of money only to or to the order of a certain person or to the bearer of the instrument. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് പ്രകാരം ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഇൻ റൈറ്റിംഗ്. അത് എഴുതി തയ്യാറാക്കിയ ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കണം. ഓറലി പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ല, അത് എഴുതി തയ്യാറാക്കുക തന്നെ വേണം. കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ, അതൊരു അൺകണ്ടീഷണൽ ഓർഡർ ആയിരിക്കണം. യാതൊരു ഉപാധികളും ഇല്ലാത്ത ഒരു ഓർഡർ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു ഓർഡറിനെ മാത്രമേ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയാൻ വേണ്ടി പറ്റൂ. ദാറ്റ് ഈസ് നോട്ട് എ റിക്വസ്റ്റ്, അത് റിക്വസ്റ്റ് ആയിരിക്കരുത്. സൈൻഡ് ബൈ ദി മേക്കർ. മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയർ. ആരാണോ ബില്ല് മേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡ്രോ ചെയ്യുന്നത് അല്ലെങ്കിൽ തയ്യാറാക്കുന്നത് അയാളാണ് ഡ്രോയർ അല്ലെങ്കിൽ മേക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ബില്ല് തയ്യാറാക്കുന്നയാൾ അതിൻ്റെ അകത്ത് ഒപ്പിട്ടിരിക്കണം. ഡയറക്റ്റിംഗ് എ certain പേഴ്സൺ ടു പേ എ certain സം ഓഫ് മണി ഓൺലി. അതൊരു നിശ്ചിത വ്യക്തിയെ ഡയറക്റ്റ് ചെയ്യുന്നതുള്ളതായിരിക്കണം. ആരാണോ പൈസ കൊടുക്കേണ്ടത് ആ കൊടുക്കേണ്ട വ്യക്തി ആരാണ് എന്ന് കൃത്യമായി ബില്ല് നോക്കുമ്പോഴും മനസ്സിലായിരിക്കണം. ടു പേ എ certain സം ഓഫ് മണി, എത്ര പൈസയാണ് കൊടുക്കേണ്ടത് അത് നിശ്ചിതമായിരിക്കണം, അത് കൃത്യമായിരിക്കണം. റുപ്പിയിൽ ഇത്ര രൂപ എന്ന് കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ടു ഓർ ടു ദി ഓർഡർ ഓഫ് എ certain പേഴ്സൺ, ഈ പൈസ കൊടുക്കേണ്ടത് ഒന്നുകിൽ ഒരു നിശ്ചിത വ്യക്തിക്ക് അല്ലെങ്കിൽ ആ നിശ്ചിത വ്യക്തിയുടെ ഓർഡർ പ്രകാരം വേറൊരു വ്യക്തിക്ക്, അല്ല എങ്കിൽ ഓർ ടു ദി ബെയറർ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആരുടെ കൈവശമാണോ ഉള്ളത് അയാൾക്ക് പൈസ കൊടുക്കണം. ഇനി നമുക്ക് നോക്കാം ഈ ഡെഫിനിഷൻ പ്രകാരം തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ഫസ്റ്റ്,
ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. അത് എഴുതി തയ്യാറാക്കപ്പെട്ട ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കണം. ഇറ്റ് ഈസ് ആൻ ഓർഡർ ടു മേക്ക് പേയ്മെൻറ്റ്. അതൊരു ഓർഡറാണ്, ആജ്ഞയാണ് ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ്. പൈസ കൊടുക്കണം എന്നുള്ള ഒരു ഓർഡർ ആയിരിക്കണം ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ദി ഓർഡർ ടു മേക്ക് പേയ്മെൻറ്റ് ഈസ് അൺകണ്ടീഷണൽ. ആ ഓർഡർ അല്ലെങ്കിൽ ആ ആജ്ഞ എന്ന് പറയുന്നത് നിരുപാധികമായിരിക്കണം, അൺകണ്ടീഷണൽ ആയിരിക്കണം. ദർ ഷുഡ് നോട്ട് ബി എനി കണ്ടീഷൻ ഫോർ പേയ്മെൻറ്റ്. നെക്സ്റ്റ്, ദി മേക്കർ ഓഫ് ദി ബിൽ മസ്റ്റ് സൈൻ ഇറ്റ്. ഡെഫിനിഷൻ പ്രകാരം കൃത്യമായി പറയുന്നുണ്ട്, ഇതിൻ്റെ ബില്ല് ആരാണോ തയ്യാറാക്കുന്നത് ആ ഡ്രോയർ അല്ലെങ്കിൽ മേക്കർ ഈ ബില്ലിൽ ഒപ്പിട്ടിരിക്കണം. ദി പേയ്മെൻറ്റ് ടു ബി മെയ്ഡ് മസ്റ്റ് ബി സർട്ടൺ. എത്ര തുകയാണ് കൊടുക്കേണ്ടത് എന്ന് നിശ്ചിതമായിരിക്കണം. അതൊരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കണം. അത് പണത്തിൽ തന്നെ അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. ഇത്ര കിലോ സാധനങ്ങളുടെ വില എന്നൊന്നും എഴുതാൻ വേണ്ടി പാടില്ല. ഇത്ര രൂപ എന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. നെക്സ്റ്റ്, ദി ഡേറ്റ് ഓൺ വിച്ച് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് മസ്റ്റ് ഓൾസോ ബി സർട്ടൺ. ഏത് ഡേറ്റിലാണ് പൈസ കൊടുക്കേണ്ടത് അത് വ്യക്തമായിരിക്കണം, അത് നിശ്ചിതമായിരിക്കണം. പൈസ കൊടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് കൃത്യമായിരിക്കണം. ഒന്നുകിൽ ഈ ബില്ല് എഴുതി 1 മാസം കഴിയുന്ന സമയത്ത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തണം. നെക്സ്റ്റ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് ബി പേയബിൾ ടു എ സർട്ടൺ പേഴ്സൺ. ഇപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ പൈസ കൊടുക്കുന്നത് ഒരു നിശ്ചിത വ്യക്തിക്കായിരിക്കണം. ആ വ്യക്തി ആരാണോ ബില്ല് എഴുതുന്നത് അയാൾക്കാണ് പൈസ കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ആ ബില്ല് തയ്യാറാക്കുന്നത്. അല്ലെങ്കിൽ അയാളുടെ ഓർഡർ പ്രകാരം, അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെൻ്റ് ആരുടെ കൈവശമാണോ ഉള്ളത് അയാൾക്ക്. നെക്സ്റ്റ്, ദി എമൗണ്ട് മെൻഷൻഡ് ഇൻ ദി ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് പേയബിൾ ഐദർ ഓൺ ഡിമാൻഡ് ഓർ ഓൺ ദി എക്സ്പയറി ഓഫ് എ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം. ഈ ബില്ലിൽ സൂചിപ്പിച്ചിരിക്കുന്ന തുക എത്രയാണോ അത് ഡ്രോയർ അല്ലെങ്കിൽ ആ ബില്ല് ആരുടെ കൈവശമാണോ ഉള്ളത് അയാൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട കാലാവധി കഴിയുന്ന സമയത്ത് കൊടുത്തിരിക്കണം. ഇപ്പോൾ ബില്ലുകൾ പലതരത്തിലുണ്ട്. ഇപ്പോൾ ചില ബില്ലുകൾ ആ ബില്ലിൻ്റെ പൈസ എപ്പോഴാണോ ആവശ്യപ്പെടുന്നത് ആ സമയത്ത് കൊടുത്തിരിക്കണം. ചില ബില്ലുകൾ എന്ന് പറയുന്നത് അതിൻ്റെ കാലാവധി കഴിയുന്ന സമയത്ത് മാത്രമേ പൈസ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. നെക്സ്റ്റ്, ഇറ്റ് മസ്റ്റ് ബി സ്റ്റാമ്പ്ഡ് ആസ് പെർ ദി റിക്വയർമെൻറ്റ്സ് ഓഫ് ലോ. ഇത് നിയമവിധേയമായി മുദ്രണം ചെയ്തിരിക്കണം. ഇത്രയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ഇനി നമുക്ക് നോക്കാം പാർട്ടീസ് ടു എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. വിനിമയ ബില്ലിലെ കക്ഷികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദർ ആർ 3 പാർട്ടീസ് ടു എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. 3 കക്ഷികളാണുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഡ്രോയർ അല്ലെങ്കിൽ മെയ്ക്കർ. ഡ്രോയർ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? യെസ്, ഡ്രോയർ ഈസ് ദി പേഴ്സൺ ഹു പ്രിപ്പേഴ്സ് ദി ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ആരാണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കുന്നത് അയാളാണ് ഡ്രോയർ. അയാളെന്ന് പറയുന്നത് സെല്ലർ ആയിരിക്കും അല്ലെങ്കിൽ ക്രെഡിറ്റർ ആണ്. ഡ്രോയി ഓർ ആക്സെപ്റ്റർ. ഡ്രോയി ഈസ് ദി പേഴ്സൺ അപ്പോൺ ഹൂം ദി ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഡ്രോൺ. ആരുടെ പേരിലാണോ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കുന്നത് അയാളാണ് ഡ്രോയി എന്ന് പറയുന്നത്. അദ്ദേഹം എന്ന് പറയുന്നത് പർച്ചേസർ ആയിരിക്കും അല്ലെങ്കിൽ ഡെറ്റർ ആയിരിക്കും. അയാളാണ് ഈ ബില്ല് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്ന മൂന്നാമത്തെ പാർട്ടിയാണ് പേയി. പേയി എന്ന് പറഞ്ഞാൽ പേയി ഈസ് ദി പേഴ്സൺ ടു ഹൂം ദി പേയ്മെൻറ്റ് ഈസ് ടു ബി മെയ്ഡ്. ആർക്കാണോ പൈസ കൊടുക്കേണ്ടത് ആ വ്യക്തിയാണ് പറയുന്നത് പേയി എന്ന് പറയുന്നത്. സാധാരണ കേസിൽ പൈസ കൊടുക്കേണ്ടത് ഡ്രോയർക്കാണ്. The drawer of the bill himself will be the payee if he keeps the bill with him till the date of its payment. സാധാരണ കേസിൽ ഈ ബില്ല് ഡ്രോയറുടെ കൈവശം തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ ഡ്രോയർക്കാണ് പൈസ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഡ്രോയർ നിർദ്ദേശിക്കുന്ന വേറൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ ബില്ല് ആ സമയത്ത് ആരുടെ കൈവശമാണോ ഉള്ളത് അയാൾക്കാണ് പൈസ കൊടുക്കേണ്ടത്. ഇപ്പോൾ പേയ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഡ്രോയർ ആയിരിക്കും, അല്ലെങ്കിൽ ഡ്രോയർ നിർദ്ദേശിക്കുന്ന വേറൊരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ഈ ബില്ല് ആരുടെ കൈവശമാണോ ഉള്ളത് അയാളായിരിക്കും. നെക്സ്റ്റ് വരുന്ന അടുത്ത പ്രധാനപ്പെട്ട ഒരു ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗ്ദാന പത്രങ്ങൾ. ഇതൊരു വാഗ്ദാനമാണ്, പ്രോമിസാണ്. അതുകൊണ്ട് തന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ വ്യത്യാസങ്ങളൊന്നുമില്ല, ഒരേപോലെ തന്നെയാണ് എല്ലാം എഴുതേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് തിയറിറ്റിക്കൽ വരുന്ന അത്തരം വ്യത്യാസങ്ങൾ എന്ന് നമുക്ക് നോക്കാം. പ്രോമിസറി നോട്ട് കണ്ടെയ്ൻസ്
an unconditional promise to pay a certain sum of money on a certain date. A promissory note does not require any acceptance. പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് ഒരു അൺകണ്ടീഷണൽ പ്രോമിസ് ആണ്, വാഗ്ദാനമാണ്. ഒരു മാസം കഴിഞ്ഞ് ഇത്ര രൂപ ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് തയ്യാറാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് തയ്യാറാക്കുന്നത് ആരായിരിക്കും? യെസ്, അത് തയ്യാറാക്കുന്നത് ഡെറ്റർ ആയിരിക്കും, കടക്കാരനായിരിക്കും. ആരാണോ പൈസ കൊടുക്കേണ്ട വ്യക്തിയായിരിക്കും പ്രോമിസറി നോട്ട് തയ്യാറാക്കേണ്ടത്. കാരണം ഒരു മാസം കഴിഞ്ഞ് ഇത്ര രൂപ ഞാൻ ഇന്നയാൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. അതൊരു പ്രോമിസാണ്, ഒരു വാഗ്ദാനമാണ്. അതുകൊണ്ട് തന്നെ അതിനെ പ്രോമിസറി നോട്ട് എന്ന് വിളിക്കുന്നു. നമുക്ക് നേരത്തെ എടുത്ത അതേപോലത്തെ എക്സാമ്പിൾ എടുക്കാം. അനിൽ സോൾഡ് ഗുഡ്സ് ടു സുനിൽ ഓൺ ക്രെഡിറ്റ് ഫോർ ₹10,000. അനിൽ സുനിലിന് 10,000 റുപ്പീസിൻ്റെ സാധനങ്ങൾ വിൽക്കുന്നു. ഇപ്പോൾ ഇവിടെ സെല്ലർ എന്ന് പറയുന്നത് അനിലാണ്, പർച്ചേസർ എന്ന് പറയുന്നത് സുനിലാണ്. അനിലിനാണ് പൈസ കിട്ടേണ്ടത്, സുനിലാണ് പൈസ കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അനിലാണ് ഇവിടെ ക്രെഡിറ്റർ, സുനിലാണ് ഡെറ്റർ. സുനിലാണ് പൈസ കൊടുക്കേണ്ടത്, അതുകൊണ്ട് സുനിലാണ് ഡെറ്റർ. ഇനി ഈ പ്രോമിസറി നോട്ടിൻ്റെ പ്രോമിസാണ്, ഞാൻ പൈസ കൊടുക്കാമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡ്രോയർ, ഈ പ്രോമിസറി നോട്ട് തയ്യാറാക്കുന്നത് ഡെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ പർച്ചേസറാണ്. ഇപ്പോൾ ഡ്രോയർ അല്ലെങ്കിൽ മേക്കർ എന്ന് പറയുന്നത് ഡെറ്റർ അല്ലെങ്കിൽ പർച്ചേസറാണ്. ഡ്രോയി അല്ലെങ്കിൽ പേയ് എന്ന് പറയുന്നത് ക്രെഡിറ്റർ അല്ലെങ്കിൽ സെല്ലർ ആയിരിക്കും. ഇനി പ്രോമിസറി നോട്ടിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. According to the Negotiable Instruments Act 1881, a promissory note is defined as an instrument in writing. എഴുതി തയ്യാറാക്കിയ ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കണം. നോട്ട് ബീൻ എ കറൻസി നോട്ട് ഓർ എ ബാങ്ക് നോട്ട്. അതൊരു കറൻസി നോട്ട് അല്ലാത്ത എഴുതി തയ്യാറാക്കിയ ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കണം. കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ്, യാതൊരു കണ്ടീഷനും ഇല്ലാത്ത ഒരു അണ്ടർടേക്കിംഗ് ആയിരിക്കണം, വാഗ്ദാനമായിരിക്കണം. സൈൻഡ് ബൈ ദി മേക്കർ, ആരാണോ അത് തയ്യാറാക്കുന്നത് അയാൾ അതിൻ്റെ അകത്ത് ഒപ്പിട്ടിരിക്കണം. ടു പേ എ സർട്ടൻ സം ഓഫ് മണി ഓൺലി, ഒരു നിശ്ചിത തുക ഞാൻ കൊടുത്തുകൊള്ളാം എന്നുള്ളൊരു വാഗ്ദാനമാണ് അതിൻ്റെ അകത്ത് എഴുതുന്നത്. ടു ഓർ ടു ദി ഓർഡർ ഓഫ് എ സർട്ടൻ പേഴ്സൺ ഓർ ടു ദി ബെയറർ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. ഇതിൻ്റെ പൈസ ഒന്നുകിൽ ഞാനൊരു നിശ്ചിത വ്യക്തിക്ക് കൊടുക്കും, അല്ലെങ്കിൽ ആ വ്യക്തി നിർദ്ദേശിക്കുന്ന മറ്റൊരാൾക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഈ പ്രോമിസറി നോട്ട് ആരുടെ കൈവശമാണോ ആ സമയത്തുള്ളത് അയാൾക്ക് കൊടുക്കും എന്നാണ് ഇതിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും അക്കോർഡിംഗ് ടു ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്, എ പ്രോമിസറി നോട്ട് പേയബിൾ ടു ബെയറർ ഈസ് ഇല്ലീഗൽ. ആരുടെ കൈവശമാണോ ഈ പ്രോമിസറി നോട്ട് ഉള്ളത് അയാൾക്ക് പൈസ കൊടുക്കുമെന്ന് പറഞ്ഞു. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം വാലിഡ് അല്ല, അത് ഇല്ലീഗലാണ്. അതുകൊണ്ട് തന്നെ പ്രോമിസറി നോട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പൈസ കൊടുക്കുന്നത് ഒരു നിശ്ചിത വ്യക്തിക്കായിരിക്കും. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്, എഴുതി തയ്യാറാക്കിയതായിരിക്കണം. ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ ആൻ അൺകണ്ടീഷണൽ പ്രോമിസ് ടു പേ, ഉപാധികളില്ലാതെ പണം നൽകാമെന്നുള്ള ഒരു വാഗ്ദാനമാണിത്. ദി സം പേയബിൾ മസ്റ്റ് ബി സർട്ടൻ, എത്ര പൈസയാണ് കൊടുക്കേണ്ടതെന്ന് ഫിക്സഡ് ആയിരിക്കണം, നിശ്ചിതമായിരിക്കണം, അത് ക്ലിയർ ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ ദി മേക്കർ, ആരാണോ ഈ ബില്ല് തയ്യാറാക്കുന്നത് അയാൾ അതിൻ്റെ അകത്ത് ഒപ്പിട്ടിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി പേയബിൾ ടു എ സർട്ടൻ പേഴ്സൺ, അത് കൊടുക്കുന്നത് ഒരു നിശ്ചിത വ്യക്തിക്കാണ്, പൈസ കൊടുക്കേണ്ടത് ഒരു നിശ്ചിത വ്യക്തിയാണ്, അയാളുടെ പേരും അഡ്രസ്സും അതിനകത്ത് കൃത്യമായി ഉണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി സ്റ്റാമ്പ്ഡ്, ഇത് കൃത്യമായി മുദ്രണം ചെയ്തതായിരിക്കണം. ഇനി നമുക്ക് നോക്കാം പാർട്ടീസ് ടു എ പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ടിലെ പ്രധാനപ്പെട്ട കക്ഷികൾ. ദർ ആർ 2 പാർട്ടീസ് ടു എ പ്രോമിസറി നോട്ട്. 2 കക്ഷികളാണുള്ളത്. ഒന്ന് മേക്കർ ഓർ ഡ്രോയർ. ഡ്രോയർ ഈസ് ദി പേഴ്സൺ ഹു മേക്സ് ഓർ ഡ്രോസ് ദി പ്രോമിസറി നോട്ട്. ആരാണോ പ്രോമിസറി നോട്ട് തയ്യാറാക്കുന്നത് അവരാണ് മേക്കർ അല്ലെങ്കിൽ ഡ്രോയർ. പ്രോമിസറി നോട്ട് തയ്യാറാക്കുന്നത് ഡെറ്റർ ആണ് അല്ലെങ്കിൽ പർച്ചേസർ ആണ്. ആരാണോ പൈസ കൊടുക്കേണ്ടത് അയാളാണ് പ്രോമിസറി നോട്ട് തയ്യാറാക്കുന്നത്. ഹീ ഈസ് ഓൾസോ കോൾഡ് ദി പ്രോമിസർ. അദ്ദേഹത്തെ പ്രോമിസർ എന്നുകൂടി അറിയപ്പെടുന്നു. നെക്സ്റ്റ് വരുന്നതാണ് ഡ്രോയി അല്ലെങ്കിൽ പേയ്. ഡ്രോയി ഈസ് ദി പേഴ്സൺ ഇൻ ഹൂസ് ഫേവർ ദി പ്രോമിസറി നോട്ട് ഈസ് ഡ്രോൺ. ആരുടെ പേരിലാണോ
പ്രോമിസറി നോട്ട് തയ്യാറാക്കുന്നത് അയാളാണ് ഡ്രോയി അല്ലെങ്കിൽ പേയി എന്ന് പറയുന്നത്. ഹി ഈസ് ദി ക്രെഡിറ്റർ ഓർ സെല്ലർ. ഹി ഈസ് ഓൾസോ കോൾഡ് ദി പ്രോമിസി. അദ്ദേഹത്തെ പ്രോമിസി എന്നുകൂടി അറിയപ്പെടുന്നു. ഇനി നമുക്ക് നോക്കാം ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് എ പ്രോമിസറി നോട്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്. ഫസ്റ്റ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇറ്റ് ഈസ് ഡ്രോൺ ബൈ ദി ക്രെഡിറ്റർ. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്യുന്നത്, എഴുതുന്നത് ക്രെഡിറ്റർ ആണ്. പ്രോമിസറി നോട്ട് തയ്യാറാക്കുന്നത് ഡെറ്റർ ആണ്. സെക്കൻഡ്, ഇറ്റ് കണ്ടെയ്ൻസ് എൻ അൺകണ്ടീഷണൽ ഓർഡർ ടു മേക്ക് പേയ്മെൻറ്റ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ഓർഡർ ആണ്. പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് എ പ്രോമിസ് ടു മേക്ക് പേയ്മെൻറ്റ്. അതൊരു അൺകണ്ടീഷണൽ പ്രോമിസ് ആണെന്ന് നമുക്ക് പറയാം. മൂന്നാമത്തത്, ദർ ക്യാൻ ബി 3 പാർട്ടീസ് ടു എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ 3 പാർട്ടീസ് ആണുള്ളത്, ഡ്രോയർ, ഡ്രോയി ആൻഡ് ദി പേയ്. പ്രോമിസറി നോട്ടിൽ ദർ ആർ ഓൺലി 2 പാർട്ടീസ്, ദാറ്റ് ഈസ് ഡ്രോയർ ആൻഡ് ദി പേയ്. നെക്സ്റ്റ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് റിക്വയേഴ്സ് ആക്സെപ്റ്റൻസ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കി കഴിഞ്ഞാൽ ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോയി ആക്സെപ്റ്റ് ചെയ്യണം, അതിൻ്റെ അകത്ത് ഒപ്പിടണം, ആക്സെപ്റ്റഡ് എന്ന് എഴുതി. കാരണം അയാളാണ് പൈസ കൊടുക്കേണ്ടത്. പ്രോമിസറി നോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി ആക്സെപ്റ്റൻസ്. അതിന് പിന്നെ ആക്സെപ്റ്റൻസ് ആവശ്യമില്ല. കാരണം ഞാൻ പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞ് എഴുതി ഞാൻ തന്നെ അതിൻ്റെ അകത്ത് ഒപ്പിടുന്നുണ്ട്. പിന്നെ ഇനി അതിൻ്റെ അകത്ത് വേറൊരാൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പൈസ കൊടുക്കേണ്ട വ്യക്തി തന്നെയാണ് അത് തയ്യാറാക്കുന്നത്, അതിൻ്റെ അകത്ത് ഒപ്പിടുന്നത്. പിന്നെ അത് ആക്സെപ്റ്റൻസിന് വേണ്ടി മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല. നെക്സ്റ്റ്, ഡ്രോയർ ആൻഡ് പേയ് ക്യാൻ ബി ദി സെയിം പാർട്ടി. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ബില്ല് എഴുതുന്നയാളും പൈസ കൊടുക്കേണ്ടത്, ആർക്കാണോ പൈസ കൊടുക്കേണ്ടത് അയാളാണ് പേയ്. ഇപ്പോൾ പൈസ കിട്ടേണ്ട വ്യക്തി അതും സെയിം ആവാനുള്ള സാധ്യതയുണ്ട്. നേരെ മറിച്ച് പ്രോമിസറി നോട്ടിൽ ഡ്രോയർ കനോട്ട് ബി ദി പേയ് ഓഫ് ഇറ്റ്. പ്രോമിസറി നോട്ട് തയ്യാറാക്കുന്നയാൾക്ക് ഒരിക്കലും പൈസ കിട്ടൂല, കാരണം അയാൾ പൈസ കൊടുക്കേണ്ട വ്യക്തിയാണ്. നെക്സ്റ്റ്, നോട്ടീസ് ഓഫ് ഡിസോണർ ഈസ് ടു ബി ഗിവൺ ബൈ ദി ഹോൾഡർ ടു ദി ഡ്രോയർ. ഈ ബില്ല് ഡിസോണർ ആയി കഴിഞ്ഞാൽ, ഈ ബില്ലിൻ്റെ പൈസ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുന്നില്ല എങ്കിൽ ആ ഒരു ഫാക്റ്റ് ഡ്രോയറെ അറിയിച്ചിരിക്കണം. പ്രോമിസറി നോട്ടാണെങ്കിൽ നോ നോട്ടീസ് നീഡ്സ് ടു ബി ഗിവൺ ഇൻ കേസ് ഓഫ് ഇറ്റ്സ് ഡിസോണർ. അത് ഡിസോണർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ പൈസ കിട്ടുന്നില്ല എങ്കിൽ അങ്ങനെ ഒരു നോട്ടീസ് ഒന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ലാസ്റ്റ് വരുന്നതാണ് അഡ്വാൻറ്റേജസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, വിനിമയ ബില്ലുകളുടെ ഗുണങ്ങൾ. ഫസ്റ്റ്, ഫ്രെയിം വർക്ക് ഫോർ റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നു. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എസ്റ്റാബ്ലിഷസ് എ ലീഗൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ബയർ. വാങ്ങുന്നയാളും വിൽക്കുന്നയാളും തമ്മിൽ നിയമപരമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കുകയാണ്. നിയമപരമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് കണ്ടെയ്ൻസ് ഓൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് പേയ്മെൻറ്റ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എല്ലാ നിബന്ധനകളും അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഏത് ദിവസമാണ് എഴുതുന്നത്, എപ്പോഴാണ് പൈസ കൊടുക്കേണ്ടത്, എത്ര പൈസയാണ് കൊടുക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത്, ഇത്തരം എല്ലാ കാര്യങ്ങളും ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ കൃത്യമായി എഴുതിയിരിക്കും. നെക്സ്റ്റ്, കൺവീനിയൻറ്റ് മീൻസ് ഓഫ് ക്രെഡിറ്റ്. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എനേബിൾസ് ദി ബയർ ടു ബൈ ദി ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ആൻഡ് പേ ആഫ്റ്റർ ദി പീരീഡ് ഓഫ് ക്രെഡിറ്റ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉള്ളത് കൊണ്ട് ഏതൊരാൾക്കും സാധനം കടമായിട്ട് വാങ്ങിക്കാം. അപ്പോൾ കടമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുകയും ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കുകയും ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രകാരം ഏത് ഡേറ്റിലാണോ പൈസ കൊടുക്കേണ്ടത് ആ സമയത്ത് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാവുന്നതാണ്. അത് കൺവീനിയൻറ്റ് മീൻസ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിലാണ്. നെക്സ്റ്റ്, കൺക്ലൂസീവ് പ്രൂഫ്, നിർണായക തെളിവാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് എ ലീഗൽ എവിഡൻസ് ഓൺ എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഇതൊരു ലീഗലായിട്ടുള്ള ഒരു എവിഡൻസ് ആണ്. ഭാവിയിൽ ഇതിൻ്റെ പൈസ കിട്ടുന്നില്ല എങ്കിൽ ലീഗൽ ആക്ഷൻ എടുക്കാവുന്നതാണ്. നെക്സ്റ്റ്, ഈസി ട്രാൻസ്ഫറബിലിറ്റി. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു അനദർ പേഴ്സൺ ബൈ എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഡെലിവറി. ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ ബാക്കിൽ എൻഡോസ് ചെയ്യുന്നു, ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നു മറ്റൊരാൾക്ക് എന്ന് എഴുതിക്കൊണ്ട് ഒപ്പിട്ടുകൊണ്ട് ഈ ബില്ല് വേറൊരാൾക്ക് കൈമാറാം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം. ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.